ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തിന് ഭംഗി വരുന്നത് പോലെ തന്നെ നമ്മുടെ കഴുത്ത് സംരക്ഷിക്കേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കഴുത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ടിപ്സ് അല്ല ഞാൻ പറയാൻ വന്നത്. ടിപ്സ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടിപ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുഖത്തിനെ പോലെ തന്നെ കഴുത്തും എന്ത് ചെയ്യണം, സൗന്ദര്യ സംരക്ഷണത്തിൽ അത്യാവശ്യമായൊരു ഘടകമാണ്. കഴുത്തിൻ്റെ ഭംഗി നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ചില പ്രത്യേക ഇനം ആഭരണങ്ങളൊക്കെ നമ്മൾ ധരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കഴുത്തിൽ പെട്ടെന്ന് കുരുക്കൾ, അതുപോലെ ഇങ്ങനെ കറുവലെന്ന് പറഞ്ഞാൽ കറുപ്പ്, ഇങ്ങനെയെല്ലാം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ആഭരണങ്ങൾ പിന്നെ ധരിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുന്നതിന് പകരം അതങ്ങ് കളയുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് നമുക്ക് സ്യൂട്ടല്ല, അത് നമ്മുടെ സ്കിന്നിന് യോജിച്ചതല്ല. അപ്പോൾ നമ്മളത് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ പെർഫ്യൂം നേരിട്ട് നമ്മൾ കഴുത്തിലടിക്കാനായിട്ട് പാടില്ല. കാരണം പെർഫ്യൂം നേരിട്ട് നമ്മുടെ കഴുത്തിലടിച്ചു കഴിഞ്ഞാൽ നീറ്റിൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഏത് ഭാഗത്തടിച്ചാലും നമുക്ക് നീറ്റിൽ അനുഭവപ്പെടും. അതെന്ന് വെച്ചാൽ പെർഫ്യൂമിലൊക്കെ ഒരുപാട് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് പെർഫ്യൂമെല്ലാം ഇറക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടേ ചെയ്യാവൂ. ഇതുപോലെ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ അടിക്കാൻ പാടില്ല. ഇനി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കിപ്പോൾ ഒരു ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ത്വക്കിൻ്റെ നിറത്തോട് യോജിച്ചതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ കറുത്ത ആൾക്കാരാണ്, അതുപോലെ വെളുത്തവരാണ്, ഇങ്ങനെയുള്ള ഡാർക്ക് സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരായാലും വൈറ്റനിങ് ആയാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് 2 ഷെയ്ഡായിട്ട് പുറത്തെല്ലാം പോയിട്ട് വരുമ്പം വെയിലൊക്കെ അടിച്ച് ചൂടൊക്കെ കൊണ്ട് എന്ത് ചെയ്യും. ഇപ്പോൾ ഒന്നാമത് നല്ല ചൂടാണ്. ഞാനിപ്പോൾ വീട്ടിനകത്താണ് ഇരിക്കുന്നതെങ്കിലും നല്ല വേർപ്പാണ്, നല്ല വേർക്കുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഇത് എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ച്, അതായത് ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ആ രീതിക്ക് ചെയ്യുക. ഇനി നാരങ്ങ നീരും വെള്ളരിക്ക നീരും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ ശേഷം 1:1 ആയിട്ട് വേണം നാരങ്ങ നീരും വെള്ളരി നീരും എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ സമാസമം. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ ശേഷം അതൊരു 20 മിനിറ്റ് നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ കറുത്ത പാടുകൾ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ ഒരുപാട് നമുക്ക് തടയാനായിട്ട് കഴിയും. ഇനി കഴുത്തിൽ നമ്മൾ മുഖത്തെ പോലെ തന്നെ മോയ്സ്ചറൈസർ പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിന്, അതായത് കഴുത്തിൻ്റെ സ്കിന്നിൻ്റെ ചുളിവുകളെ നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനൊരു തിളക്കം നൽകാനായിട്ട് കഴിയും. അപ്പോൾ ആ കഴുത്തിൻ്റെ ചർമ്മം തൂങ്ങുന്നത് തടയാനും അതുപോലെ തന്നെ ഒരു തിളക്കത്തിനും നല്ല ഒരു പ്രാധാന്യം കൊടുക്കാൻ കഴിയും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതോടെ. ഇനിയെന്ന് പറഞ്ഞാൽ വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്രീമോ മറ്റോ കഴുത്തിന് ചുറ്റും ഇടുകയാണെങ്കിൽ നമ്മൾ ആ കഴുത്തിന് ചുറ്റും പെട്ടെന്ന് നമുക്ക്, അതായത് നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശക്തി പ്രയോഗിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് കിട്ടൂലെന്ന് മാത്രമല്ല, അത് സ്കിന്ന് തൂങ്ങിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് ആ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ചുളിവുകൾ വീഴുകയും ചെയ്യും. അപ്പോൾ അത് ഒരു ചെറുതായിട്ട്, അതായത് നോർമലായിട്ട് നമ്മളൊരു കോട്ടൺ തുണിയിൽ ഇത് എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് മുക്കിയ ശേഷം നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കുക. ടിപ്സായിട്ടല്ല ഞാൻ പറഞ്ഞത്, അറിയാവുന്ന ആൾക്കാർ ചെയ്ത് നോക്കുക, അറിയാത്തവർ ഇത് കേട്ട ശേഷം ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ. ഉച്ച സമയത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഭയങ്കരമായ ചൂടാണ്. ജനുവരി മാസം കഴിഞ്ഞതേ ഉള്ളൂ, നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും സ്കിന്നിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.